ലോകകപ്പ് ആവേശത്തിൽ നാടെങ്ങും ബോർഡുകളും കൊടിത്തോരണങ്ങളുമൊക്കെ ഉയരുകയാണ്. സ്വന്തം വീട് തന്നെ ഇഷ്ട ടീമിനുള്ള സമർപ്പണമാക്കുന്ന ഫുട്ബോൾ ഭ്രാന്തന്മാരും ധാരാളമുണ്ട്. കണ്ണൂർ തളിപ്പറമ്പിലെ കട്ട അർജന്റീൻ ഫാനായ ദിനേശൻ അയ്യപ്പനും ഭാര്യ പ്രസന്നയും മക്കളായ അനുഗ്രഹയും ആശ്രിതയും ചേർന്ന് അർജന്റീന ടീമിന് വേണ്ടി ഇത്തവണയും വീടിന്റെ പെയിന്റ് മാറ്റിയിട്ടുണ്ട്. ബ്രസീൽ ആരാധകനായ അയൽവാസി ഉണ്ണി വീട്ടുമതിലാണ് ഇഷ്ട ടീമിനുള്ള പിന്തുണ വരച്ചിട്ടത്. കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സാധാരണയായി എന്തെങ്കിലും വിശേഷ അവസരങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ വീടൊക്കെ പെയിന്റ് അടിച്ച് നല്ല കുട്ടപ്പനാക്കി വെക്കുക എന്ന് പൊതുവെ അങ്ങനെയൊക്കെയാണല്ലോ പറയാറ്. എന്നാൽ വലിയ വിശേഷമാണ് ഈ ലോകകപ്പ് കാലവും എന്ന് കണ്ട് സ്വന്തം വീട് പെയിന്റ് അടിച്ച് നല്ല വൃത്തിയാക്കി വെച്ച ഒരു കുടുംബത്തെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇഷ്ട ടീമായ അർജന്റീനയുടെ ആ നീലയും വെള്ളയുമുള്ള നിറത്തിലാണ് വീട് പെയിന്റ് അടിച്ച് ഈ കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി മാറ്റിയിരിക്കുന്നത്. ദിനേശൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ചിന്ത വന്നത്? അത്രയ്ക്കും വലിയൊരു ആരാധകനാണോ? കട്ടപ്പനാണ്. ഈ നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ അർജന്റീന ടീമിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ മെസ്സിയോടുള്ള ഇഷ്ടം കൊണ്ടാണോ? മെസ്സി നല്ലൊരു പ്ലെയർ അല്ലേ. നമ്മൾ ചെറുപ്പത്തിലെ അന്ന് മെസ്സിനോടാണ്. ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് കൊട്ടാരത്തിൻ്റെ. ആ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കലും സ്കൂൾ പഠിക്കുമ്പോഴെല്ലാം കളിക്കലും ഇഷ്ടംപോലെ കുട്ടികൾ കളിക്കുന്നു. ഇപ്പം കളിക്കുന്നതാണ്. എല്ലാവരും ഭയങ്കര കട്ട ചെയ്താലാണ്. പ്രാവശ്യം യുദ്ധത്തിൻ്റെ ഇതില്ലതുകൊണ്ട് ഒരു ആവേശം കുറച്ച് ഉണ്ട്, ഭയങ്കരമായിട്ടുണ്ട്. ഏതായാലും കാത്ത് കഴിഞ്ഞ തവണ കപ്പെടുത്തതൊക്കെ ഓർമ്മയിലുണ്ട്. ഭയങ്കര സംഭവമാണ് അത് ഫസ്റ്റ് തന്നെ നമ്മൾ അർജന്റീന ഫസ്റ്റ് തോറ്റിനല്ല. ആ തോറ്റരമ്മി വിരലിടുന്ന് വന്നിട്ട് പയ്യ പൂക്കലും പുളിയെല്ലാം ആക്കി ഭയങ്കര ഇതായിരുന്നു. അത് ഭയങ്കര വിഷമമായിന്. പിന്നെ കത്തി കയറി കപ്പ് നമ്മൾ മുത്തുവിട്ടു. ഇത്തവണ എന്താവും? ഇത്തവണ മുത്തുവിടും. ഒരു സംശയമില്ല, നമ്മൾ പെയിന്റ് അടിച്ചത് വെറുതെ ആവില്ല. ഇല്ല, വെറുതെ ആവില്ല. ഇത് എപ്പോഴായിരുന്നു ഇതിൻ്റെ ഈ പണിയൊക്കെ തുടങ്ങിയത്? എപ്പോഴായിരുന്നു? ഇത് 10 ദിവസം മുമ്പ് അടിച്ചതാണ്. എന്താണ് അതിൻ്റെ ഒരു പ്രചോദനം? കഴിഞ്ഞ തവണ ആ ഒരു വിജയം കൂടി പ്രചോദനമായി മാറും ആയിട്ടുണ്ട്. ആത്മവിശ്വാസം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഈ വീട്ടുകാരുടെയൊക്കെ ഒരു കട്ട ഫാനാണ് എല്ലാവരും. നല്ല സപ്പോർട്ടാണ്. ഈ കളിയിൽ നമ്മളിപ്പോൾ മെസ്സിയെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അതിനപ്പുറത്തേക്ക് അർജന്റീന ടീമിന് എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുന്നുണ്ടോ? ടീം ഇപ്പം കുറച്ച് ഫോമിലല്ലേ ഇല്ലത്. ബാക്കിയുള്ള കുറേ കളിയെല്ലാം ഉണ്ടാകുന്നത് ഭയങ്കര ഫോമിലാണ് ഇല്ലത്. അപ്പോൾ ഈ മൊത്തത്തിലൊരു ഫാൻ ഫൈറ്റ് ഒക്കെ എങ്ങനെയാണ്? ഇവിടെ ബ്രസീലിൻ്റെ ഫാൻസും ഉണ്ട്. ബ്രസീലും ഉണ്ട്, എല്ലാ ഫാൻസും ഉണ്ട്. ബ്രസീലിൻ്റെതും ഈ നമ്മളെ അർജന്റീനൻ്റെയാണ് കൂടുതലുള്ളത്. ബാക്കിയെല്ലാം കുറച്ച് ചെയ്യില്ല. എന്തായാലും അപ്പോൾ അർജന്റീന ജയിച്ചു വരുന്ന പ്രതീക്ഷയിലാണ് ഉള്ളത്. ഇത് നമ്മളിപ്പോൾ കണ്ടത് അർജന്റീനയുടെ ഒരു കട്ട ഫാനായ ദിനേശ് ചേട്ടൻ്റെ വീട്ടിലെ കാഴ്ചകളാണ്. ഇത് കഴിഞ്ഞിട്ടില്ല. ഇതിന് തൊട്ടടുത്ത് തന്നെ ബ്രസീലിൻ്റെ ഫാൻസും ഇതുപോലെ വ്യത്യസ്തമായി അവരുടെ ആരാധന പ്രകടിപ്പിക്കുന്ന ആ കാഴ്ചകൾ കൂടി നമുക്ക് കാണാം. വീടിനും വീട്ടുമതിലിനും അർജന്റീനയുടെ പതാക അത് പെയിന്റ് അടിച്ച് വെച്ച ദിനേശന്റെ വീട്ടിലെ വിശേഷങ്ങളാണ് കണ്ടതെങ്കിൽ തൊട്ടടുത്ത് വരുമ്പോൾ അവിടെ ഈ വീടിന്റെ മതിലിന് ബ്രസീലിന്റെ പതാകയാണ്. ആ ബ്രസീലിന്റെ കട്ട ഫാനാണ് ഈ വീട്ടിലുള്ള ഉണ്ണി എന്ന് പറയുന്ന ചേട്ടൻ. അദ്ദേഹം ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആരാധന പ്രകടിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ പരിസരത്ത് പലയിടത്തും നോക്കിയാൽ പോർച്ചുഗൽ ഫാൻസ് അവരുടേതായ രീതിയിൽ വലിയ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വിവിധ ടീമുകളുടെ ഇഷ്ട ടീമുകളുടെ പതാകകളുണ്ട്. അങ്ങനെ പല വിധത്തിൽ പലരും അവരുടെ ഇഷ്ട ടീമുകളോടുള്ള ഇഷ്ടവും ആരാധനയും പ്രോത്സാഹനവും എല്ലാം അറിയിക്കുന്ന കാഴ്ചകളാണ് ഇന്നും കാണാൻ കഴിയുന്നത്. മോനിഷ് ബോപ്പനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.